ബംഗാളിൽ അർദ്ധരാത്രിയിൽ അതിനാടകീയ രംഗങ്ങളാണ് അവിടെ സംഭവിച്ചത്. ബാലറ്റ് ബോക്സുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന് മുന്നിൽ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ നടന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾ അനുവാദമില്ലാതെ തുറന്നുവെന്നും അതിൽ കൃത്രിമം നടന്നുവെന്നും ആരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തി. ഭവാനിപ്പൂരിലെ സ്ട്രോങ് റൂമിൽ മമതാ ബാനർജി നേരിട്ടെത്തി പ്രതിഷേധിച്ചു. മമതയുടെ വാഹനം BJP പ്രവർത്തകർ തടയുകയും ചെയ്തു. ഇത് BJP തൃണമൂൽ പോരിനാണ് വഴിവെച്ചത്. മമതാ ബാനർജിയുടെ വാഹനം പരിശോധിക്കണമെന്നാണ് BJP ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് മമതാ ബാനർജി ആരോപിച്ചു. बाहर निकली हैं और वो जरूर मीडिया को संबोधित करेंगी और बताएंगी भारतीय जनता पार्टी कार्यकर्ता हंगामा कर इस वक्त ममता बनर्जी आपको दिख रही है जो पुलिस इज नॉट वर्किंग अंडर अस. जब से इलेक्शन डिक्लेयर हुआ है दे सेड दे आर अंडर द इलेक्शन कमीशन and the super power, some super power is working and pressurizing them, and every day they are calling through video or the meeting or the WhatsApp और उसको चमक देता है, उसको चमकाता है कि आप लोग को पेंडिंग कर आपको केस लगा देगा, आपको सस्पेंड कर देगा, कुछ नहीं कर पाएंगे. ऑब्जर्वर इज ओनली देयर, दे डोंट हैव एनी रोल टू प्ले अबाउट दैट. ये भी बोला कोर्ट बोला है तुम्हें अरेस्ट नहीं करोगे, लेकिन उसका बाद में भी बोलता है कोर्ट का ऑर्डर हम नहीं मारेंगे. अरे ऑब्जर्वर तो 2 दिन बाद निकल जाएंगे, लेकिन जो लोग करते हैं उसका ऊपर तो केस चलेगा ना. हम तो कंटेम्प्ट कर दिया. अरे भाई नहीं तो हम क्यों आया है करने का कोशिश तो था ना. क्या किया कल से हमारा तो पता नहीं है. सील किया है वो तो बैंडेज लगा के रख दिया. बैंडेज तो कभी भी खुल सकता है. वो क्या थोड़ा ही सील है. पोस्टल बैलेट के पेपर भी बाहर दिख रहे थे वो सब. अरे भाई वही तो मैंने पूछा. पहले ये लोगों ने बोला हमारा पोस्टल बैलेट चल जाएगा बारासात में, लेकिन लास्ट में आरओ ने मेरे को एश्योर किया कि भवानीपुर पोस्टल बैलेट इधर में ही है. लेकिन पहले मेरे को जो जानकारी था कि वो बारासात में जाएंगे. क्यों जाएंगे? अगर जाएंगे किसी को तुमको आपको सेग्रीगेट भी करना है तो जिसका कॉन्स्टिट्यूंसी का है उसको एजेंट को बुलाना चाहिए. ऐसे तो वन साइडेड नहीं किया जा सकता है ना. VR കാർത്തിക് കൂടുതൽ വിവരം നൽകും. കാർത്തിക്, ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും ഈ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ഇത്തരം രംഗങ്ങളുമൊക്കെ ആദ്യമായി കാണുന്നതല്ല എങ്കിൽ പോലും ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി കലുഷിതമാണ്. ഈ അർദ്ധരാത്രിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം വിളിക്കേണ്ട സാഹചര്യം, BJP തൃണമൂൽ പ്രവർത്തകർ തമ്മിലുള്ള പോര്, മുഖ്യമന്ത്രി തൃണമൂലിൻ്റെ മമതാ ബാനർജി നേരിട്ട് സ്ട്രോങ് റൂമിന് മുന്നിലെത്തി അവിടെ പ്രതിഷേധിക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാർത്തിക്? എൽദോ, വോട്ടെണ്ണലിന് 2 ദിവസം മാത്രം ശേഷിക്കെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും സ്ട്രോങ് റൂമുകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് നേർക്കുനേർ വാക്പോരും ഒപ്പം നാടകീയ രംഗങ്ങൾക്കുമാണ് ഇന്നലെ ബംഗാൾ സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ അർദ്ധരാത്രി 12:07 വരെ മമതാ ബാനർജി ഈ പ്രതിഷേധം തുടരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിന്റെ തുടക്കം നോർത്ത് കൊൽക്കത്തയിലെ 7 മണ്ഡലങ്ങളിൽ ബാലറ്റുകൾ സൂക്ഷിച്ച നേതാജി സ്റ്റേഡിയത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ്. നേതാജി സ്റ്റേഡിയത്തിൽ BJP പ്രവർത്തകർ ബാലറ്റ് ബോക്സിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചു എന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. തൃണമൂൽ പ്രവർത്തകരുടെ ഈ പ്രതിഷേധത്തെ തുടർന്ന് മമതാ ബാനർജി അവിടേക്ക് എത്തുന്നു. ഏതാണ്ട് രാത്രി 8 മണിയോടെയായിരുന്നു ഈ പ്രതിഷേധം. രാത്രി 8 മണിയോടെ നേതാജി സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂമിൽ എത്തിയ മമതാ ബാനർജിയെ ഈ സ്ട്രോങ് റൂം സൂക്ഷിച്ചിരിക്കുന്ന അവിടേക്ക് കടക്കാൻ കേന്ദ്രസേനാ അംഗങ്ങൾ സമ്മതിച്ചില്ല. അതിന് അവർ ചൂണ്ടിക്കാട്ടിയ കാരണങ്ങൾ നോർത്ത് കൊൽക്കത്തയിലെ 7 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രമേ കടത്തിവിടുകയുള്ളൂ, മറ്റൊരാളെയും കടത്തിവിടുകയില്ല എന്നൊരു കർശന നിലപാട് കേന്ദ്രസേന സ്വീകരിച്ചു. ഇതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. ഇത് മമതാ ബാനർജിയെ വലിയ തോതിൽ ചൊടിപ്പിച്ചു. മമതാ ബാനർജി അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയല്ല. കൊൽക്കത്ത സൗത്തിലെ ഭവാനിപ്പൂരിലാണ് മമതാ ബാനർജി മത്സരിക്കുന്നത്. എന്തായാലും ഈ സ്ട്രോങ് റൂമിലെ കൃത്രിമം തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ആരംഭിച്ച പ്രതിഷേധമാണ് പിന്നീട് കൊൽക്കത്ത സൗത്തിൽ മമതാ ബാനർജി മത്സരിച്ച ഭവാനിപ്പൂരിലേക്ക് വരെ എത്തിയത്. ഭവാനിപ്പൂരിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഷെക്കാവത്ത് മെമ്മോറിയൽ സ്കൂളിൽ അവിടെയാണ് മമതാ ബാനർജി എത്തിയത്. അവിടെ എത്തിയ മമതാ ബാനർജി 4 മണിക്കൂറോളം പ്രതിഷേധിച്ചു. അവിടെയും വേണ്ടത്ര CCTV ക്യാമറകൾ ഈ സ്ട്രോങ് റൂമിൽ ഇല്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു മമതാ ബാനർജിയുടെ പ്രതിഷേധം. അവിടെ ഏതാണ്ട് 4 മണിക്കൂറോളമാണ് മമതാ ബാനർജി പ്രതിഷേധിച്ചത്. സ്ട്രോങ് റൂമുകൾക്ക് കാവലിരിക്കാനും
മമത പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. 24 മണിക്കൂറും നിരീക്ഷണം ഉണ്ടാകണം എന്നും മമത പറഞ്ഞു. ഈ പ്രതിഷേധം അവസാനിപ്പിച്ച ശേഷം മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നു എന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കിയേ മതിയാകൂ എന്നും എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്തിന് മുതിർന്നാൽ ഇത് മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല, ബംഗാളാണ് എന്ന ശക്തമായ ഭാഷയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമുണ്ടായി. അതായത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടം മുതൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് പോളിംഗ് ദിനത്തിൻ്റെ അന്നും ശക്തമായ വിമർശനങ്ങൾ ആവർത്തിച്ചു. മാത്രമല്ല കേന്ദ്രസേനയ്ക്കെതിരെയും വിമർശനങ്ങൾ മമതാ ബാനർജി ആവർത്തിക്കുകയുണ്ടായി. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോളിംഗ് ബൂത്തിൽ തടയുന്ന സ്ഥിതിയിലേക്ക് കേന്ദ്രസേനയുടെ ഉദ്യോഗസ്ഥർ എത്തുന്നു എന്ന വിമർശനമാണ് അന്ന് മമതാ ബാനർജി ഉന്നയിച്ചത്. അങ്ങനെ പ്രചാരണത്തിലും പോളിംഗിലുമൊക്കെ കേന്ദ്രസേനയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ലക്ഷ്യമാക്കിയുള്ള വിമർശനങ്ങൾ ഇന്നലെയും മമതാ ബാനർജി ആവർത്തിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ BJP പ്രവർത്തകരും അവിടെ രംഗത്തെത്തി. മമതാ ബാനർജി മറ്റ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ എത്തിയ വാഹനങ്ങൾ BJP പ്രവർത്തകർ അവിടെ തടഞ്ഞു. മമതാ ബാനർജി ഈ വാഹനത്തിൽ എന്തോ കടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നും മമതാ ബാനർജിയുടെ വാഹനം പരിശോധിക്കണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു BJP വാഹനം തടഞ്ഞത്. BJPയുടെ പ്രതിഷേധം വലിയ തോതിൽ വാക്കേറ്റത്തിന് വഴിവെച്ചു. BJP പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മാത്രമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും BJP പ്രവർത്തകർ ശക്തമായ വിമർശനം ഉന്നയിച്ചു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസും ഒപ്പം BJPയും നേർക്ക് നേർ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങളെത്തി. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്തായാലും ബംഗാളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്രസേനയ്ക്കെതിരെയും ഒക്കെ ഉള്ള വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ്. ഇന്നലെ അതിൻ്റെ പ്രതിഷേധത്തെ തുടർന്നുള്ള വലിയ നാടകീയ രംഗങ്ങൾക്കാണ് ബംഗാൾ സാക്ഷ്യം വഹിച്ചത്. ഇത് 8 മണിയോടുകൂടി നെഹ്റു സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂമിൽ നിന്ന് തുടങ്ങിയ ഈ പ്രതിഷേധം രാത്രി 12 മണിവരെയും തുടർന്നു. ഷെക്കാവത്ത് മെമ്മോറിയൽ മമതാ ബാനർജി മത്സരിച്ച ഭവാനിപ്പൂരിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ഷെക്കാവത്ത്പൂരിലെത്തിയായിരുന്നു മമതാ ബാനർജിയുടെ നാടകീയമായ പ്രതിഷേധം. ഇവിടെ വേണ്ടത്ര CCTV ഇല്ല. അത്തരത്തിൽ CCTVയിൽ ക്യാമറകൾ സ്ഥാപിക്കണം. മാധ്യമപ്രവർത്തകരോടും പരസ്യമായി പ്രതികരിച്ചാണ് മമതാ ബാനർജി അവിടെ നിന്ന് മടങ്ങിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിമർശനങ്ങളെ എല്ലാം തള്ളുകയാണ്. പോസ്റ്റൽ ബാലറ്റുകൾ വേർതിരിക്കുന്ന നടപടിയാണ് കൊൽക്കത്തയിലെ സ്ട്രോങ് റൂമിൽ നടന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെക്കുന്നു. കൊൽക്കത്തയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അർദ്ധരാത്രി വാർത്താസമ്മേളനം വിളിക്കേണ്ട അസാധാരണമായ സ്ഥിതിവിശേഷവും ഇന്നലെ ഉണ്ടായി. 3 ടയർ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണെന്നും മമതാ ബാനർജിയും അവരുടെ പ്രവർത്തകരും ഈ കൗണ്ടിംഗ് ആരംഭിക്കുന്നത് വരെ കാവലിരുന്നോട്ടെ എന്നുമൊക്കെയായിരുന്നു ബംഗാൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പ്രതികരണം. അത്തരത്തിൽ വലിയ തോതിലുള്ള നാടകീയമായ പ്രതിഷേധങ്ങൾക്കും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനോട് പ്രതികരിക്കുന്ന സ്ഥിതിയിലേക്കുമൊക്കെ കാര്യങ്ങൾ ഇന്നലെ എത്തുകയുണ്ടായി. പ്രചരണ ഘട്ടം മുതൽ പോളിംഗ് ദിവസം വരെയും ശക്തമായ നേർക്കുനേർ പോരാട്ടമാണ് അവിടെ നടന്നത്. അതിൽ പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്രസേനയും ഒക്കെ വിമർശിച്ച് മമതാ ബാനർജി രംഗത്തെത്തി. BJPയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മമതാ ബാനർജി എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിച്ചത്. ഇന്നലെയും ബാലറ്റ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന് മുന്നിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. എൽദോ, അതിനാടകീയമായിട്ട് രംഗങ്ങളാണ് ബംഗാളിൽ സംഭവിക്കുന്നത്. അവിടെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് പ്രകാരം തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് നടന്നതെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. പക്ഷെ അതല്ല, അവിടെ ചില കൃത്രിമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് തൃണമൂലിൻ്റെയും മമതാ ബാനർജിയുടെയും ആരോപണം. മമത എത്തിയപ്പോൾ മമത ആ വണ്ടിയിൽ എന്തൊക്കെ നടത്തുന്നു എന്നുള്ളത് BJP ആരോപിക്കുന്നു. മമതയുടെ വണ്ടി പരിശോധിക്കാതെ, വാഹനം പരിശോധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ നിലപാടെടുക്കുന്നു. അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു രാത്രിയാണ്. അതും തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ബംഗാൾ ഇത്തരത്തിൽ കലുഷിതമായി നീങ്ങുന്നത് എന്ന് കരുതണം. എന്നാലും കാർത്തിക്, ഒരു കാര്യം വ്യക്തമാണ്, എന്തൊക്കെയോ ഒരു ഭയപ്പാടുകൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. എന്നാലും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതിനു മുന്നേയുള്ളൊരു ആശങ്ക, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ നീക്കങ്ങളെ കാണുന്നത്? പതിവായി ബംഗാളിൽ കാണുന്ന നാടകം മാത്രമാണോ ഇത്? ബംഗാളിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്. പലതരത്തിൽ പ്രത്യേകതകളുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. പ്രത്യേകിച്ച് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പ്. 90 ലക്ഷത്തോളം വോട്ടർമാർ
ഈ പട്ടികയിൽ നിന്ന് പുറത്തുപോയ സാഹചര്യം, അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ, സുപ്രീം കോടതിയിൽ മമതാ ബാനർജി നേരിട്ടെത്തി വാദിക്കുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ ഘട്ടം മുതൽ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറെ ചർച്ചാ വിഷയമായിരുന്നു. മാത്രമല്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ 2 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്ന സമയം കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതായത് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ബംഗാളിൽ ഒരു അട്ടിമറി ഉണ്ടാകും, 15 വർഷത്തെ മമതാ ബാനർജിയുടെ ഭരണം വീഴും എന്ന എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. ആ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സ്ട്രോങ് റൂമുകൾക്കടക്കം കാവൽ നിൽക്കണം എന്നൊരു നിർദ്ദേശം മമതാ ബാനർജി നൽകിയത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. പല ഘട്ടങ്ങളിൽ പല തരത്തിലുള്ള വിമർശനങ്ങൾ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഉന്നയിച്ചു. പക്ഷെ അപ്പോഴും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം ആരോപിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തുന്നത് ആദ്യമാണ്. ഇന്നലെ നേതാജി സ്റ്റേഡിയത്തിന് സമീപത്തെ കൊൽക്കത്ത നോർത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ ബാലറ്റുകൾ സൂക്ഷിച്ച സ്ഥലത്താണ് ആദ്യം എത്തിയത്. അവിടെ BJP പ്രവർത്തകർ അനധികൃതമായി കടന്നുവെന്നും അതോടൊപ്പം തന്നെ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്താൻ ശ്രമിച്ചു എന്നൊരു ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് ആദ്യം ഉന്നയിച്ചത്. അവിടെ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജിയെ അവിടേക്ക് പ്രവേശിപ്പിച്ചില്ല. ആ പ്രവേശിപ്പിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് മമതാ ബാനർജി പ്രകടിപ്പിച്ചത് എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അതുമാത്രമല്ല ഈ കൊൽക്കത്ത നോർത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് മമതാ ബാനർജിയെ പ്രവേശിപ്പിക്കാതിരിക്കാൻ കേന്ദ്രസേന ഉന്നയിച്ച കാരണം ആ 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാത്രമേ കടത്തിവിടുകയുള്ളൂ, മറ്റൊരാളെ കടത്തിവിടുകയില്ല എന്നുമാണ്. അതോടുകൂടിയാണ് മമതാ ബാനർജി പ്രതിഷേധം ഭവാനിപ്പൂരിലേക്ക് മാറ്റിയത്. സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിലെത്തുന്നു. നമുക്കറിയാം ഭവാനിപ്പൂരിലാണ് ഏറ്റവും ശക്തമായ മത്സരം ഇത്തവണ ബംഗാളിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം സുവേന്ദു അധികാരിയാണ് അവിടെ മമതാ ബാനർജിയെ നേരിട്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ സുവേന്ദു അധികാരി പരാജയപ്പെടുത്തിയിരുന്നു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുന്നത്. അത് ഭവാനിപ്പൂരിൽ നിന്നാണ്. അവിടെ ഭവാനിപ്പൂരിലേക്ക് ഇത്തവണ BJPയുടെ ബംഗാളിലെ ബംഗാൾ ലീഡറായ സുവേന്ദു അധികാരി എത്തുന്നു. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് എത്തുന്നു. അങ്ങനെ നേർക്കുനേർ പോരാട്ടം മമതാ ബാനർജിക്കെതിരെ നടത്തുന്നു. പലതരത്തിലുള്ള സവിശേഷതകൾ അങ്ങനെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഉണ്ട്. അത് തുടക്കം മുതൽ വോട്ടർ പട്ടിക പരിഷ്കരണ ഘട്ടം മുതൽ BJPയും തൃണമൂൽ കോൺഗ്രസും നേർക്കുനേർ നിന്ന് കടന്നാക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായി. പലയിടങ്ങളിലും വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി 2.5 ലക്ഷത്തിലധികം കേന്ദ്രസേന അംഗങ്ങളെയാണ് ബംഗാളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്കായി നിയോഗിച്ചത്. പരമാവധി വോട്ടർമാരെ ഭയപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാതെ അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്ന നടപടികൾക്കാണ് ഇത്തരത്തിൽ കേന്ദ്രസേനയെ വിനിയോഗിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാർ ആ ഘട്ടത്തിൽ നൽകിയ വിശദീകരണം. ഏറ്റവും അവസാനം വരെയും പല തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലും അമിത്ഷാ അടക്കമുള്ളവർ വ്യക്തമാക്കിയതും അതാണ്. അതായത് ഭയപ്പാടില്ലാതെ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 7 ദിവസത്തിലധികം കേന്ദ്രസേന ബംഗാളിൽ ഉണ്ടാകും എന്ന നിർദ്ദേശമാണ് ഇന്ന ഒരു പ്രചരണമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി IPS ഉദ്യോഗസ്ഥനെ, പ്രത്യേകിച്ച് UPയിലൊക്കെ പ്രസിദ്ധനായ ATSന്റെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഉദ്യോഗസ്ഥനെ നിയമിച്ചതടക്കം പല ഘട്ടത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ, ആ വിവാദങ്ങളുടെ ഒരു മൂർധന്യാവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതും എക്സിറ്റ് പോളുകൾ ബംഗാളിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന് പ്രവചിച്ചതിന് പിന്നാലെ. എന്തായാലും സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ 24 മണിക്കൂറും ഇമജിമാതെ കാത്തിരിക്കാനാണ് മമതാ ബാനർജി പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. മാത്രമല്ല പല സ്ട്രോങ് റൂമുകൾക്കും CCTV ഇല്ല എന്നൊരു വിമർശനം കൂടി അവർ ഉന്നയിക്കുന്നു. CCTV ഘടിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എതിർപക്ഷത്ത് നിർത്തി വോട്ടെണ്ണാൻ 2 ദിവസം ബാക്കിയുള്ളപ്പോഴും കടന്നാക്രമണം തുടരുകയാണ് ബംഗാളിൽ മമതാ ബാനർജി. എന്നാൽ ബംഗാളിലെ സാഹചര്യങ്ങളാണ് VR കാർത്തിക് വിശദമാക്കിയത്. അർദ്ധരാത്രിയിലും നീണ്ടു നാടകീയ രംഗങ്ങൾ എന്നുള്ളതാണ്.